ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കടുത്ത പട്ടിണിയും ഉടുക്കാൻ തുണി പോലുമില്ലെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്നും ആഭ്യന്തര യുദ്ധങ്ങൾ പതിവാണ്. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെ ദരിദ്രരാക്കുന്നതും ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് തള്ളിവിടുന്നതും. സത്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭൂഖണ്ഡം ആഫ്രിക്ക തന്നെയാണ്. എന്നാൽ അത് എങ്ങനെ വിനിമയം ചെയ്യണം, അതിനായി എങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്ന ചിന്താബോധമൊന്നും ഈ ആഫ്രിക്കൻസിന് പൊതുവേ ഇല്ല. അതുകൊണ്ട് അവർ ലോകത്ത് എക്കാലവും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോത്രവർഗ രീതിയാണ് ആഫ്രിക്കയിൽ എപ്പോഴും ഉള്ളത്. അതിനാൽ യുദ്ധങ്ങൾ വളരെ പെട്ടെന്നുണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തമ്മിൽ തല്ലും അധികാര തർക്കങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളെ എക്കാലവും അടിമത്തത്തിലേക്കും നിത്യദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും എത്തിക്കുന്നു. ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഡാൻ അത്തരത്തിൽപ്പെട്ട ഒരു രാജ്യമാണ്. ഈജിപ്റ്റ്, എറിട്രിയ, ലിബിയ, എത്യോപ്യ, ചാഡ് അങ്ങനെ കുറെ രാജ്യങ്ങൾ അതിരുകളായിട്ടുള്ള റെഡ് സീയോട് ചേർന്നുള്ള ഒരു രാജ്യമാണ് ഈ സുഡാൻ. അൾജീരിയയ്ക്കും കോങ്കോയ്ക്കും ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും ഈ സുഡാൻ തന്നെയാണ്. സുഡാൻ മരുഭൂമിയും സാവന്ന പുൽപ്രദേശങ്ങളും കാർഷിക ഭൂമികളും ഏറ്റവും വലിയ സ്വർണ്ണ, ചെമ്പ് ഖനികളുമൊക്കെ ഉൾപ്പെടുന്ന സുഡാൻ സത്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായി മാറേണ്ടതാണ്. പക്ഷേ അധികാര തർക്കങ്ങളും വിവരക്കേടും വിദ്യാഭ്യാസമില്ലാത്തതും മൂലം സ്ഥിരം ആഭ്യന്തര യുദ്ധങ്ങളിൽപ്പെട്ട് ഏറ്റവും ദരിദ്രരായി കഴിയേണ്ട ഗതികേടുള്ള ഒരു ജനതയാണ് ഇപ്പോൾ ഈ സുഡാനികൾ എന്ന് പറയുന്നത്. ഈ ആഭ്യന്തര യുദ്ധം മൂലം സ്വർണം, ചെമ്പ് ഖനികളിൽ നിന്ന് അത് മര്യാദയ്ക്കൊന്ന് ഖനനം ചെയ്തെടുക്കാൻ പോലും ഇവിടെ ഭരിക്കുന്ന ഈ സർക്കാരുകൾക്ക് ഒരു കാലവും കഴിയാറില്ല. അത് അനധികൃതമായി കണ്ടവരെല്ലാം കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് അവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം 2019 അന്നത്തെ പ്രസിഡന്റായിരുന്ന ഉമറുൽ ബഷീറിന്റെ ഏകാധിപത്യത്തെ ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും അത് അടിച്ചമർത്താൻ കഴിയാതെ അവസാനം ഉമറുൽ ബഷീർ പുറത്താക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ഔദ്യോഗിക ഭരണകൂടങ്ങളൊന്നുമില്ല. പകരം സൈന്യവും സിവിലിയൻ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു താൽക്കാലിക ഭരണകൂടമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഈ കൂട്ടുകെട്ടൊന്നും അധിക നാൾ നിലനിന്നില്ല. 2021 സൈനിക തലവനായ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സാഫ് എന്ന സൈനിക നേതൃത്വം സിവിലിയൻ സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതിനെ എതിർത്തുകൊണ്ട് സിവിലിയൻ നേതാവായ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗലയുടെ നേതൃത്വത്തിലുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ RSFുമായുള്ള പ്രശ്നങ്ങളാണ് രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ പ്രധാന കാരണം. ഇവർ തമ്മിൽ സ്ഥിരമായി ആഭ്യന്തര യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കാരണം സുഡാൻ ഇപ്പോൾ പട്ടിണി മരണത്തിൻ്റെ വക്കിലാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ യുദ്ധത്തിന് സുഡാനിലെ വിവിധ ഗോത്ര നേതൃത്വങ്ങൾ മാത്രമല്ല സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ കൂടെ കൂടിയപ്പോൾ യുദ്ധം അതിരൂക്ഷമാവുകയാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ഫലം എന്താ വെച്ചാൽ 10,000-കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകൾക്ക് വീടില്ലാതാവുകയാണ് ചെയ്തത്. അതെല്ലാം തല്ലിപ്പറിച്ച് ഉമ്മാര് കളഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ജനങ്ങളെല്ലാം എങ്ങോട്ടും പോകാനിടമില്ലാതെ അഭയാർത്ഥികളായിട്ട് ഈ മരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ കഴിയുകയാണ്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ സുഡാനിലുള്ളത്. ഇവർ ഭക്ഷണമോ വസ്ത്രമോ കുടിക്കാൻ വെള്ളമോ കിടക്കാൻ ഇടവോ ഒന്നുമില്ലാതെ ദാരുണമായ ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ കഴിയുകയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്നാൽ ഈ അഭയാർത്ഥികൾക്ക് വല്ല വെള്ളമോ ഭക്ഷണമോ വല്ല കൊടുക്കാമെന്ന് കരുതുന്ന UN-ന്റെ ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റിയുടെ സഹായം പോലും ഇപ്പോൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവരുടെ ഈ സൈനിക നേതൃത്വം അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യം യുദ്ധം തുടരുന്നത്. അതായത് ശരിക്കും രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയാക്കുക എന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു യുദ്ധം പോലെയാണ് ഇപ്പോൾ ഈ സുഡാനിൽ ഈ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമൊക്കെ ലോക ശ്രദ്ധ ഇങ്ങനെ പിടിച്ചു പറ്റുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ സുഡാനിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് തീരെ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മറ്റ് യുദ്ധങ്ങളുടെ പിന്നിലാണ്. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഭീകരമായൊരു യുദ്ധം നടക്കുന്നത് നമ്മൾ തീരെ അറിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തലസ്ഥാനമായ കാർത്തൂൺ നഗരം കൈയടക്കാനുള്ള ശ്രമത്തിൽ അതിഭീകരമായ നിർണായകമായ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നതിനിടയിൽ കെനിയയിലെ ഒരു സമ്മേളനത്തിൽ വെച്ച്
തങ്ങളും സഖ്യകക്ഷികളും ഒരു സമാന്തര സർക്കാർ സ്ഥാപിക്കുമെന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്ത് രണ്ട് സർക്കാരുകൾ വന്നാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത് രാജ്യത്തിൻ്റെ ഒരു വിഭജനത്തിന് കാരണമാകും എന്ന് ഉറപ്പാണ്. അതാണിപ്പോൾ സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ തല്ലി പിരിഞ്ഞ് രണ്ട് സർക്കാരുകളായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുഡാൻ തീർച്ചയായും വിഭജിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ അന്നത്തെ പ്രസിഡന്റിനെ പുറത്താക്കിയപ്പോൾ ഒരു ജനാധിപത്യ ഭരണം രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒന്നിച്ച് പ്രവർത്തിച്ച സൈന്യത്തിൻ്റെയും ഈ സിവിലിയൻ്റെയും നേതാക്കന്മാർ പകരം ഇത് അധികാരം പിടിച്ചെടുക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ എന്ന് കരുതി അത് മുതലെടുക്കാൻ ശ്രമിച്ചതാണ് ഈ സുഡാൻ എന്ന രാജ്യത്തെ ഈ താറുമാറാക്കാനും ഇപ്പോൾ ഈ പട്ടിണിയിൽ എത്തിക്കാനും കാരണമായി മാറുന്നത്. ഇതിവരുടെ അത്യാഗ്രഹം എന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾക്ക് നേതാവാണ്, ഞങ്ങൾക്ക് രാജ്യം ഭരിക്കണമെന്ന് രണ്ട് കൂട്ടരും തീരുമാനിക്കുമ്പോഴാണ് ഈ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നത്. ഇന്ന് ഈ സുഡാനിലെ 25 ലക്ഷത്തോളം ജനങ്ങൾ പൂർണ്ണമായ പട്ടിണിയിൽ തന്നെയാണ്. ഇപ്പോൾ സുഡാനിലെ 5 പ്രദേശങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ പട്ടിണി ഇങ്ങനെ രൂക്ഷമായി തുടരുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാര്യം എന്തൊക്കെയാണെന്ന് അമേരിക്ക ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിലും മറ്റു കാര്യങ്ങൾക്ക് ഇടപെടുമെന്ന് കുറ്റപ്പെടുത്തുമെങ്കിലും അമേരിക്ക സത്യത്തിൽ പലപ്പോഴും പലയിടത്തും ഇടപെടേണ്ടതായിട്ട് നമുക്ക് തന്നെ തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം അമേരിക്ക സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതാണ് ഇപ്പോൾ ഈ സുഡാനിൽ ഒരു ഒത്തീർപ്പ് പോലും ആരും ഇടപെടാതെ യുദ്ധം നീണ്ടുപോകുന്നതിൻ്റെ കാരണം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അമേരിക്ക ഇടപെടാത്തത് ഇസ്രായേലും ഉക്രൈനും ട്രംപിൻ്റെ ഉള്ളിലെ തീയായതുകൊണ്ടാണ്. ഈ സ്ഥലങ്ങളിലെ യുദ്ധം പോലും എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഈ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി സകല മാർഗവും അയാൾ പറ്റുന്നുണ്ട്. അതിനിടയിൽ ആഭ്യന്തര യുദ്ധം മൂലം പട്ടിണി കിടന്ന് സ്വന്തം ജനങ്ങൾ മരിക്കുമെന്നായിട്ടും അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന സുഡാനിലെ നേതൃത്വങ്ങൾ മനുഷ്യക്രൂരതയുടെ അധ്യായങ്ങളായി കാണാനേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.